കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇന്ത്യ ഏറ്റവും അധികം ആഘോഷിച്ച ക്രിക്കറ്റ് താരം അഭിഷേക് ശർമ്മയാണ്. ഇന്ത്യ ജേതാക്കളായ 2020 ലോകകപ്പിന് തൊട്ടു മുൻപ് വരെ രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾ അത്രയും ആ 25-കാരനിലായിരുന്നു. അതിൻ്റെ പീക്കായിരുന്നു ന്യൂസിലൻഡിനെതിരെ നടന്ന അവസാന പരമ്പരയും. അതിൽ തന്നെ നാഗ്പൂരിലെ സ്ലോ പിച്ചിൽ അഭിഷേക് നടത്തിയൊരു പ്രകടനമുണ്ട്. 35 പന്തിൽ 84 റൺസ്, 5 ബൗണ്ടറിയും 8 സിക്സറും, സ്ട്രൈക്ക് റേറ്റ് 240 മുകളിൽ. 22 പന്തിലാണ് അന്ന് 50 നേടിയത്. ജേക്കബ് ഡഫിയുടെ തലയ്ക്ക് മുകളിലൂടെ തൊടുത്തൊരു ഷോട്ടിന് കമന്ററി ബോക്സിൽ നിന്ന് ഹർഷ ബോഗ്ലെ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഹീസ് മാർക്ക്ഡ് ഹിസ് ടെറിട്ടറി, ദാറ്റ്സ് അഭിഷേക് ശർമ്മ. അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ടെക്നിക് വളരെ സിമ്പിളാണ്. പവർ പ്ലേയുടെ ആനുകൂല്യം കൃത്യമായി മുതലാക്കുന്നു. സർക്കിളിനകത്തുള്ള ഫീൽഡർമാരുടെ തലയ്ക്ക് മുകളിലൂടെ അനായാസം സിക്സറും ബൗണ്ടറികളും അടിക്കുന്നു. മത്സരശേഷം അഭിഷേകിനോട് ആ ഇന്നിങ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്: എൻ്റെ കൈവശം ഒരുപാട് ഷോട്ടുകളൊന്നുമില്ല, സീ ദ ബോൾ, ഹിറ്റ് ദ ബോൾ. വളരെ പ്രതീക്ഷയോടെ ലോകകപ്പിലേക്ക് എത്തിയപ്പോൾ അഭിഷേക് നേരത്തെ പറഞ്ഞിരുന്ന തൻ്റെ കയ്യിൽ ഒരുപാട് ഷോട്ടുകളൊന്നുമില്ലെന്ന വാക്കുകൾ അറം പറ്റി. 8 മത്സരങ്ങളിൽ നിന്ന് നേടിയത് വെറും 141 റൺസ് മാത്രം. ആദ്യത്തെ 3 കളിയിലും 0-ന് പുറത്ത്, പിന്നെ ഒരു 15, ഒരു അർദ്ധ സെഞ്ചുറി, പിന്നെ 10 റൺസ്, സെമിയിൽ 9 റൺസ്, പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പെന്ന വണ്ണം ഫൈനലിൽ ഒരു അർദ്ധ സെഞ്ചുറിയും. 8 മത്സരങ്ങളിൽ നിന്ന് 141 എന്ന ഫിഗറിനേക്കാളേറെ അഭിഷേക് പുറത്താകുന്ന രീതികളാണ് വലിയ രീതിയിൽ വിമർശന വിധേയമായത്. ഓഫ് സ്പിൻ കണിയിൽ നിരന്തരം അഭിഷേക് വീഴുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്ലാൻ ബി ഇല്ലെന്നതാണ് ആശങ്ക. അഭിഷേകിനെ സംബന്ധിച്ച് ഈ IPL ഏറെ നിർണായകമായിരുന്നു. പക്ഷേ ചിന്നസ്വാമി പോലൊരു ബാറ്റിംഗ് ട്രാക്ക് കിട്ടിയിട്ടും അഭിഷേക് അവിടെയും നിരാശപ്പെടുത്തി. 3-ാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ജേക്കബ് ഡഫിക്ക് വിക്കറ്റ് നൽകി അഭിഷേക് മടങ്ങി. ടഫിയുടെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്നൊരു പന്ത് പുൾ ചെയ്യാനുള്ള ശ്രമത്തിനിടെ ജിതേഷ് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി മടങ്ങി. 8 പന്തിൽ ഒരു സിക്സർ മാത്രം നേടി 7 റൺസുമായി അഭിഷേക് ശർമ്മ മടങ്ങി. പ്രതീക്ഷയർപ്പിച്ച താരം ഒരിക്കൽ കൂടി നിരാശ മാത്രം നൽകി പോകുന്ന കാഴ്ച. ക്ഷമയില്ലാത്തതാണ് അഭിഷേകിന്റെ പ്രശ്നമെന്ന് അശ്വിൻ നിരീക്ഷിക്കുന്നു. ചിന്നസ്വാമിയിലെ പിച്ചിന്റെ ഈർപ്പം തുടക്കത്തിൽ പന്തിന് മൂവ്മെന്റ് നൽകും. അത് മനസ്സിലാക്കി കുറച്ചുകൂടി ജാഗ്രതയോടെ കളിക്കണമായിരുന്നു. ഞാൻ അഭിഷേകിന്റെ വലിയൊരു ആരാധകനാണ്, പക്ഷേ ബോളർമാർ തന്നെ എവിടെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അഭിഷേക് മനസ്സിലാക്കണം. സ്റ്റമ്പിന് നേരെ വരുന്ന പന്തുകൾ അഭിഷേക് അതിർത്തി കടത്തും. എന്നാൽ ബൗളർ ലൈൻ മാറ്റിയെറിയുമ്പോൾ അഭിഷേക് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയാണെന്നും അശ്വിൻ പറയുന്നു. അശ്വിൻ മാത്രമല്ല, ആരാധകരും വലിയ രീതിയിൽ SRHനെതിരെ തിരിയുകയാണ്. താൻ വെറുമൊരു സ്ലോഗറാണെന്ന് വീണ്ടും വീണ്ടും അഭിഷേക് തെളിയിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സൺറൈസേഴ്സിന്റെ ആരാധകരും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് മറ്റൊരു കാര്യം. അഭിഷേക് ഈ വിധം എക്സ്പോസ് ആവുന്നത് ഇന്ത്യൻ ടീമിന് മാത്രമല്ല, സൺറൈസേഴ്സ് ഹൈദരാബാദിനും വലിയ ആശങ്കയാണുള്ളത്. അഭിഷേകും ട്രാവിസ് ഹെഡും നൽകുന്ന വെടിക്കെട്ട തുടക്കത്തിലാണ് SRHന്റെ പ്രതീക്ഷകൾ അത്രയും. കഴിഞ്ഞ സീസണിൽ 12 ഇന്നിംഗ്സുകളിൽ നിന്ന് ഓപ്പണിംഗ് സഖ്യം നേടിയത് 511 റൺസാണ്. കഴിഞ്ഞ 2 സീസണുകളിലും നഷ്ടമായ 300 എന്ന മാജിക് ഫിഗർ ടീം ടോട്ടൽ ഇത്തവണ പടുത്തുയർത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ് എല്ലാവരും. എന്നാൽ അഭിഷേക് ഈ വിധം ട്രാപ്പിൽപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ഈ കെണി മറികടക്കാൻ അഭിഷേക് തന്നെ കരുതണം. തൻ്റെ വീക്ക് സോൺ മനസ്സിലാക്കി അതിനനുസരിച്ച് ഗെയിം പ്ലാൻ മാറ്റണം. 0-ൽ നിന്ന് ഹീറോ ആയ സഞ്ജു സാംസൺ അഭിഷേകിന് മുന്നിലുണ്ട്. തൻ്റെ പോരായ്മകൾ കൃത്യമായി മനസ്സിലാക്കി ഇതിഹാസ താരം സച്ചിൻ അടക്കമുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചാണ് സഞ്ജു തൻ്റെ കരിയർ മറ്റൊരു തലത്തിലെത്തിച്ചത്. അഭിഷേകിനും ആ പാത സ്വീകരിക്കേണ്ടതായുണ്ട്. പ്രത്യേകിച്ച് ഓഫ് സ്പിൻ കണികളിൽ എതിരാളികൾ നിർബന്ധമായും പൂട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ മറ്റ് പോംവഴികൾ അയാൾ നിർബന്ധമായും സ്വീകരിച്ചേ മതിയാകും. SRHൽ ഒരു പരിധിവരെ അഭിഷേക് സേഫ് ആയിരിക്കും. എന്നാൽ ഇന്ത്യൻ ടീമിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയുമൊക്കെ ഊഴം കാത്തിരിപ്പുണ്ട്. എന്തായാലും ഈ IPL അഭിഷേക് ശർമ്മയുടെ ഭാവി നിർണ്ണയിക്കും. എക്സ്പോസ്ഡ് ആയെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ അഭിഷേക് ശർമ്മയ്ക്ക് ഈ സീസണിലെ ശ്രേഷ്ഠ മത്സരങ്ങളിലൂടെ കഴിയണം. തൻ്റെ വീക്ക്നെസ് മനസ്സിലായവർക്ക് മുന്നിൽ പുതിയ ടെക്നിക്കുമായി അഭിഷേക് കളിക്കണം. പെട്ടെന്ന് പെയ്തു തോർന്നൊരു മഴ പോലെയാവാൻ പാടില്ല അഭിഷേക്. അത് ഇടിച്ചുകുത്തി പെയ്യുന്ന പേമാരി പോലെയാകണം. ആ അഭിഷേകിനെ ടീം ഇന്ത്യക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിനും ആവശ്യമുണ്ട്.